ഇതേപോലത്തെ ഒരു പയറും പിന്നെ മുട്ടയും കൂടി ഇട്ടിട്ടൊരു പൊരിയലാണ് ഉണ്ടാക്കിയാലോ നമ്മുടെ തോരൻ. നോക്കല്ലേ? അപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറക്കല്ലേ. വാ നമുക്ക് ഫുള്ളായിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം. നമുക്ക് ഇതേപോലെ ഒരു പാൻ വെക്കാം കേട്ടോ, മീഡിയം ചൂടില്. വെളിച്ചെണ്ണ, വെളുത്തുള്ളി നല്ല നൈസായിട്ട് ചോപ്പ് ചെയ്തു. നമുക്കത് നമ്മുടെ വെളുത്തുള്ളി നന്നായിട്ട് മൂക്കട്ടെ കേട്ടോ. അതിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ പയറ് അത് മിക്സ് ചെയ്യാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ്. നമുക്കത് നന്നായിട്ട് ഇളക്കാം കേട്ടോ. നമ്മുടെ പയറ് വെന്തിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് അങ്ങോട്ട് മുഷിയാക്കണ്ട, ഒരു ചെറിയൊരു ക്രഞ്ചിനെസ്, അതാണ് ഇതിന് തിന്നാൻ നല്ലത്. നമുക്കതൊരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. കുനുകുനാന്ന് എരിഞ്ഞ നമ്മുടെ ചുമപ്പ സബോള, മുളക്, കറിവേപ്പില. നമുക്ക് തട്ടടയിൽ ഇങ്ങനെ പിക്കിനട്ടില്ലേ, അതേപോലെ അങ്ങോട്ട് ബീറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇനി നമ്മുടെ മുട്ട, തട്ടടയിൽ കിട്ടുന്ന മുട്ടയുണ്ടല്ലോ, അതുപോലെ അടിച്ച് വെച്ചത് നമുക്ക് ചേർത്ത് വെക്കാം കേട്ടോ. നമുക്കത് മിക്സ് ചെയ്യാം കേട്ടോ. കുരുമുളക് ഇടിച്ചത്, അതിൽ നമുക്ക് വീണ്ടും അതൊന്ന് ഇളക്കാം കേട്ടോ. നമുക്കിനി തീ ഓഫ് ചെയ്യാം കേട്ടോ. തോരൻ, പിന്നെ വേറെ പേര് മെഴുക്കുവരട്ടിന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾ വിളിക്കാം. ഓക്കെ, പയറും മുട്ടയും സ്മെല്ലൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ടേസ്റ്റ് ചെയ്തോട്ടെ. ആ സബോളയുടെ ഒരു കടി, മുട്ടയുടെ ടേസ്റ്റ്, മിളക്, നമ്മള് തട്ടടയിലൊക്കെ പോകുമ്പോ നമ്മൾ ഓംപ്ലേറ്റ് കഴിക്കില്ലേ, അതിന്റെ ഒരു ടേസ്റ്റും വരുന്നുണ്ട്. പിന്നെ പയറുടെ ടേസ്റ്റ് കൊള്ളാം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ നോക്കിയിട്ട് അത് ഇഷ്ടമായാൽ ഒന്ന് കമന്റ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന്. മറക്കല്ലേ, ഞാൻ ചെറിയ ഒരു നോളജ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്, എനിക്കറിവുള്ളത്. ഞാൻ വലിയ അറിവുള്ള ആളൊന്നല്ല, എന്നോട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് തയ്യാറാക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളും ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി ഒന്ന് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത്. ഓക്കെ, അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.